കോട്ടയത്ത് വെച്ച് ശബരി എക്സ്പ്രസിന്റെ ചെയിൻ വലിച്ച് ട്രെയിൻ നിർത്തിയ അയ്യപ്പ ഭക്തർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. ഇപ്പോൾ ശബരിമല യാത്രയ്ക്കായി പോവുകയായിരുന്ന അയ്യപ്പ ഭക്തരാണ് ചെയിൻ വലിച്ച് ട്രെയിൻ നിർത്തിച്ചത്. ട്രെയിനിൽ ഉറങ്ങിപ്പോയതോടെ സ്റ്റേഷൻ വിട്ട ട്രെയിനിനെ ചങ്ങല പിടിച്ച് നിർത്തുകയായിരുന്നു. അയ്യപ്പ ഭക്തരെ റെയിൽവേ പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തു. സുനീഷ അയ്യല്ലൂരാണ് ചേരുന്നത്. സുനീഷ, എന്താണ് സംഭവിച്ചത്? ഇവർ ആകെ പരിഭ്രാന്തിയോടെയാണോ ചെയിൻ വലിച്ചത്? അറിവില്ലായ്മയാണോ? എന്തായാലും ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണല്ലേ? അതെ വിനിത, സംഭവം നടന്നത് ഇന്ന് വൈകുന്നേരമാണ്. അതായത് ശബരി എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്നു ഈ അയ്യപ്പ ഭക്തന്മാർ. സ്വാഭാവികമായും ഈ ട്രെയിനിൽ വെച്ച് ഉറങ്ങിപ്പോയി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉറങ്ങി ഉണർന്നപ്പോഴാണ്, കോട്ടയത്തായിരുന്നു ഇറങ്ങേണ്ടിയിരുന്നത്, പക്ഷേ കോട്ടയം കഴിഞ്ഞപ്പോഴാണ് ഇവർ ഉണർന്നത്. പിന്നാലെയാണ് ഈ സ്റ്റേഷൻ വിട്ടുപോയി എന്നുള്ളൊരു വിവരം മനസ്സിലാക്കുന്നത്. പിന്നാലെ തന്നെ ചെയിൻ വലിച്ച് നിർത്തുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ ചെയിൻ വലിച്ചതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പെട്ടെന്നൊരു ചെയിൻ വലിച്ചതുകൊണ്ട് ആളുകളെല്ലാം എത്തുകയും ചെയ്തു. പക്ഷേ അപകടമൊന്നും ആയിരുന്നില്ല. തനിക്ക് ഇവിടേക്ക് ഇറങ്ങാനുണ്ട്, കോട്ടയം സ്റ്റേഷനിൽ നിർത്തിയിട്ടപ്പോൾ തങ്ങൾ ഉറങ്ങിപ്പോയി, അതുകൊണ്ട് തന്നെ ചെയിൻ വലിച്ച് ഇറങ്ങാൻ നിന്നതാണ് എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നാലെ തന്നെ റെയിൽവേ പോലീസ് എത്തി ഇവരെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സ്റ്റേഷനിൽ ഇറങ്ങിയില്ലെങ്കിൽ ഇനി അടുത്ത സ്റ്റേഷനിലെത്തി എങ്ങനെ തിരിച്ചു വരുമെന്നതടക്കമുള്ളൊരു ടെൻഷനും ആദ്യമൊക്കെ കൊണ്ട് ഈ ചെയിൻ വലിച്ചതാണ് എന്നുള്ളതാണ് ഈ അയ്യപ്പന്മാർ ഇപ്പോൾ റെയിൽവേ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നിലവിൽ ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ പെട്ടെന്ന് ഏതെങ്കിലും ഒരു അപകട സാഹചര്യത്തിലോ മറ്റേതെങ്കിലും സന്ദർഭത്തിലോ മാത്രമാണ് ചെയിൻ വലിക്കാനുള്ള സാഹചര്യമുള്ളത്. പക്ഷേ അങ്ങനെയല്ലാതെ നിർത്താനായി ചെയിൻ വലിച്ചതുകൊണ്ട് തന്നെയാണ് റെയിൽവേ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. വിനീത, ശരി, അതാണ് കാരണമില്ലാതെ ചെയിൻ വലിച്ചാൽ ഏതായാലും കേസെടുക്കും എന്നത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ അയ്യപ്പ ഭക്തർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്, പക്ഷെ അവർ അറിവില്ലാതെ ചെയ്തതായിരിക്കാം. അതുകൊണ്ട് ഏതായാലും മറ്റു നടപടികൾ ഉണ്ടാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. സുനിഷ അയ്യലൂരാണ് വിവരങ്ങൾ നൽകിയത്.